സ്റ്റഡിയേഴ്സ് 2021 നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡീസിൽ യോനിയിൽ ലിംഗം കയറ്റുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു ഋതത്തിലാണ് നിങ്ങൾ ലിംഗത്തെ മൂവ് ചെയ്യുന്നെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു സുഖം കിട്ടുമെന്നാണ് പറയുന്നത്. ഓരോ സ്ത്രീകളും ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും ഡിഫറെന്റ് ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ട കമ്മ്യൂണിക്കേഷൻ ആണ് എങ്ങനെയുള്ളതാണെന്ന് അവരടുത്ത് മനസ്സിലാക്കാണ് വേണം. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ചില ടെക്നിക്കുകളെ പറ്റിയിട്ട് പറയാം. ഇന്നത്തെ വീഡിയോയിൽ 4 തരത്തിൽ ലിംഗം കയറ്റുന്ന രീതിയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിലൂടെ അവർക്ക് വളരെയധികം ഒരു പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. അതിനു മുമ്പ് സെക്സോളജിസ്റ്റൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓയിൽ പറയാം. നേച്ചർ മാനിയന്റെ ലിഫ്റ്റ് അപ്പ് ഗോൾഡ് ഓയിൽ. എന്തുകൊണ്ടായിരിക്കും ഗോൾഡ്? ഇതിനകത്ത് തങ്കഭസ്മം കൂടി ഉള്ളതുകൊണ്ടാണ് ഗോൾഡ് എന്നുള്ളൊരു പേര് വന്നത്. സ്വർണ്ണഭസ്മം, ശതാവരി, ക്ലോവ്, അശ്വഗന്ധ ഇവയൊക്കെയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. കുറച്ച് ഓയിൽ എടുത്ത് ലിംഗത്തിന് താഴെ തൊട്ട് മുകളിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 നേരം കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈംഗികബന്ധത്തിന് 1 മണിക്കൂർ മുമ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്വയംഭവത്തിന് മുമ്പ് ചെയ്യാം. 2 നേരം അല്ലാതെയും നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിംഗത്തിലേക്ക് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ടും തിക്നെസ്സും നീളവും നല്ല രീതിയിൽ കൂടാൻ വേണ്ടി സഹായിക്കും. എങ്ങനെ? അവര് ശരിയായ ചുരുങ്ങി പോയവരൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ ശരിയായ വലുപ്പത്തിലേക്ക് ലിംഗത്തെ എത്തിക്കാൻ വേണ്ടി സഹായിക്കും. എക്സ്ട്രാ വളരെ നല്ല നിങ്ങളുടെ ലിംഗം ഫുള്ളും ഹാർഡും ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. കൂടുതൽ ടൈമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനും സഹായിക്കുന്നുണ്ട്. കോൺഫിഡൻസ്, നിങ്ങൾക്ക് ബെഡിൽ കോൺഫിഡൻസ് ആയിട്ടിരിക്കാനും പറ്റും. സെൻസിറ്റീവ് ഏരിയയിലേക്ക് ഒന്ന് സൂത്തം ചെയ്യാനും, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫോറസ്റ്റിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പുറകോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ടൈറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു പ്രശ്നവും വേദനയൊക്കെ മാറും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ചൊറിച്ചിലോ ഇച്ചിങ്ങോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. 100% നാച്ചുറലാണ്. ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ്. ആയുഷ് സർട്ടിഫൈഡ് ഉണ്ട്. GMB IS ഒക്കെ ഉണ്ട് കേട്ടോ. ഹാബിറ്റ് ഫോമിംഗ് ഒന്നുമില്ല. അത് മാത്രമല്ല ക്ലിനിക്കലി പ്രൂവണുമാണ്. പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി പർച്ചേസ് ചെയ്യാം കേട്ടോ. ആ ഒരു ഫീമെയിൽ പ്രഷറിന് വേണ്ടിയിട്ടുള്ള റിതം, ആ ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. പേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോ ആയിട്ട് ആദ്യം കയറ്റിയും പിന്നീട് അത് ഫാസ്റ്റ് ആയിട്ട് വെക്കുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. ഡീപ്പായിട്ട് ചെയ്യുന്നത്, അതായത് ഭയങ്കര കുറച്ച് 2, 3, 4 തവണയൊക്കെ ലിംഗുള്ളിലേക്ക് എത്തിച്ച ശേഷം അടുത്തത് കുറച്ചൊരു ഫോഴ്സ് ആയിട്ട് ചെയ്യുന്നത്. വീണ്ടും ഇത് 2, 3 പ്രാവശ്യം പിന്നെയും ഫോഴ്സ് ആയിട്ട് ചെയ്യുന്നത്. ഇതും വളരെയധികം അവർക്ക് ഉത്തേജനം കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പലതരത്തിലുണ്ട്. ലോങ് ആയിട്ട് ചെയ്യുന്നത്, അതായത് ലിംഗം മുഴുവനോട് പുറത്തെടുത്തതിന് ശേഷം ലോങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു ചിലത് കുറച്ച് അറ്റത്ത് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് ചെയ്യുന്നുണ്ട്. അതും അല്ലെങ്കിൽ ചിലര് ഡീപ്പായിട്ടുള്ളിൽ കെട്ടിയ ശേഷം അവിടുന്ന് തന്നെ ചെയ്യുന്നവരും ഉണ്ട്. ഈ 3 തരത്തിലും അങ്ങനെ ചെയ്യാം. ടോക്കിംഗ് എന്നൊക്കെ പറയാം. ഇത് നോർമൽ ലിംഗം കയറ്റുന്ന സമയത്ത് ഇങ്ങനെയല്ല, ഈ ലെവലിലാണ് കയറ്റുന്നത്. അപ്പൊ എന്തോ അവരുടെ ക്രിസരിയിലും കൂടി ഉത്തേജനം വളരെ നന്നായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ഒരു ഉത്തേജനം കിട്ടും. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേപോലെ, ഇപ്പൊ 1, 2, 3 കഴിഞ്ഞിട്ട് അങ്ങനെയല്ല, അങ്ങനെ ആ കൺസിസ്റ്റന്റ് ആയിട്ട് അതേപോലെ തന്നെ അതേ ക്രിസരിയിലും ഒരസിക്കോട്ട് ചെയ്യുന്നത് വളരെയധികം പ്രഷർ കൊടുക്കാൻ സഹായിക്കുന്നതായിട്ട് പറയുന്നത്. അടുത്തത് ലിംഗം യോനിയുടെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം റൊട്ടേറ്റ് ചെയ്യുക. അപ്പ് ലിഫ്റ്റ് ലോവറും ഡൗണും ആക്കുക. ഈ രീതിയിൽ ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ G എന്ന സ്പോട്ടിനെ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് കുറച്ചുകൂടി ഹിപ്പൊക്കെ ഉയർത്തി വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ G സ്പോട്ടിനെ വളരെ നന്നായിട്ട് ഉത്തേജിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ പങ്കാളിക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ചെയ്യാൻ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.